കനത്ത മഴ അനുഭവപ്പെട്ടതോടെ കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയുടെ സർവീസ് റോഡുകൾ അപകട മേഖലയായി മാറുന്നു. റോഡുകൾ ഇടിഞ്ഞും വാഹനങ്ങൾ മണ്ണിൽ താഴ്ന്നും മഴവെള്ളം കെട്ടിനിന്നും മരം പൊട്ടിവീണും ദേശീയപാതയിലെ സർവീസ് റോഡുകൾ വഴിയുള്ള ഗതാഗതം മിക്ക ഭാഗങ്ങളിലും തടസ്സപ്പെട്ടു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. മഴ കനത്തതോടെ ജില്ലയുടെ പല ഭാഗത്തും അപകട പരമ്പര തന്നെയാണ് ഉണ്ടായത്. കാഞ്ഞങ്ങാട് മാവുങ്കാലിന് സമീപം ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴുകയായിരുന്നു. കല്യാൺ റോഡ് ഭാഗത്തെ നിർമ്മാണം പൂർത്തിയായ സർവീസ് റോഡാണ് ഇടിഞ്ഞു വീണത്. റോഡ് ഇടിഞ്ഞ് മീറ്ററുകളോളം ആഴത്തിൽ വലിയ കുഴി രൂപപ്പെട്ടിരുന്നു. രാവിലെ 4 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. മണിക്കൂറുകളോളം ഗതാഗത തടസ്സം നേരിട്ടതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും ദേശീയപാത നിർമ്മാണ തൊഴിലാളികളും ചേർന്ന് കുഴി മൂടുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മണ്ണിടിച്ചിൽ ഭീതിയുണ്ടെന്നും അധികാരികൾ അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സർവീസ് റോഡിലൂടെ ഭാരവാഹനങ്ങളും മറ്റും കടന്നുപോകുന്നത് അപകട സാധ്യത കൂട്ടുന്നുവെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. പെരിയ കുറ്റിയെടുക്കത്ത കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപം സർവീസ് റോഡിൽ എടുത്തിട്ട മണ്ണിൽ കണ്ണൂരിൽ നിന്നും രാവിലെ മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് താഴ്ന്നിരുന്നു. ഇവിടെയും അരമണിക്കൂറിലധികം വാഹന ഗതാഗതം നിലച്ചു. നിയറുള്ള സ്ഥലമാണ്. പാലം പണിയുമ്പോൾ ഒരു സൈഡിൽ മണ്ണിട്ടുകൊണ്ട് മഴ പെയ്ത് റോഡ് അവിടെ ഇരുന്ന് പോയി. ആ സൈഡിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ബസ് വരുമ്പോൾ വീതി കുറഞ്ഞ മണ്ണ് ഇട്ട സ്ഥലത്ത് വണ്ടി താഴ്ന്നു പോയി. യാത്രക്കാരായിട്ട് വന്ന് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങിപ്പോയി. എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. നിലവിൽ പരിക്കൊന്നുമില്ല. റോഡ് ബ്ലോക്കായി. ഇപ്പോൾ 2-3 മണിക്കൂർ റോഡ് ബ്ലോക്കായി. രാവിലെ 9 മണിക്കാണ് സംഭവം. പുലർച്ചെ 3 മണി മുതൽ പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും റോഡിൽ മരം പൊട്ടി വീണ് കരന്തക്കാടും ചെർക്കളയിലും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കരന്തക്കാട് ഹോണ്ട ഷോറൂമിന് സമീപം സർവീസ് റോഡരികിലെ വലിയ മരം സർവീസ് റോഡിന് കുറുകെ വൈദ്യുതി ലൈനിന് മുകളിൽ പൊട്ടിവീഴുകയായിരുന്നു. നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് സേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റുകയായിരുന്നു. ബദിയടുക്ക സംസ്ഥാന പാതയിൽ വലിയ അക്വേഷ്യ മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. സർവീസ് റോഡ് തകർന്ന ദേശീയപാതയുടെ വിവിധയിടങ്ങളിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സന്ദർശനം നടത്തുകയും ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായും അറിയിച്ചു. മട്ടലായിക്കുന്ന്, വീരമലക്കുന്ന്, ചെർക്കള എന്നിവിടങ്ങളിൽ പാർശ്വഭിത്തി സംരക്ഷണം ഉറപ്പുവരുത്തി കുന്നിടിച്ചിൽ തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്കും നിർമ്മാണ കരാർ കമ്പനികൾക്കും രേഖാമൂലം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം അടിയന്തര നിർമ്മാണം നടത്തേണ്ട മേഖലകൾ, കാലവർഷത്തിൽ വെള്ളക്കെട്ടുണ്ടാകാനിടയുള്ള പ്രദേശങ്ങൾ, ദുരന്ത സാഹചര്യങ്ങൾ തടയാനുള്ള നടപടികൾ, ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട നടപടികൾ, അപകട ഭീഷണിയുള്ള കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികൾ, ക്യാമ്പുകൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്ന അടിയന്തര സാഹചര്യ പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.